ഹേ ഗായ്സ്, ഇന്നൊരു ഫ്രൈഡേ വ്ളോഗാണ് കേട്ടോ നമ്മളെടുക്കുന്നത്. നല്ല തണുപ്പും ശാന്തമായൊരു മോർണിംഗ് ആയിരുന്നു ഇന്ന്. നല്ല സുഖമുണ്ടായിരുന്നു ഉറങ്ങി നീക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അത് ഒരു 6 മണി ആ ടൈമിലൊക്കെ നീച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ വാതിലൊക്കെ തുറന്നത്. എൻ്റെ മോന് നല്ല തണുപ്പിച്ച ഉറക്കത്തിലായിരുന്നു. അപ്പോൾ അവനൊക്കെ എടുത്ത് താഴത്തേക്ക് പോകുമ്പോൾ അവനെയും കൊണ്ടുപോകും. അതിൻ്റെ ഇടയ്ക്ക് അവൻ നീച്ച്, അതിന് ഇടയ്ക്കൊക്കെയുള്ളതാണ് നമ്മൾ താഴത്തേക്ക് കൊണ്ടുപോയി കിടത്താൻ വിചാരിച്ച് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവൻ എണീച്ചിട്ടുണ്ടാവും. അങ്ങനെ പിന്നെ താഴെ പോയപ്പോൾ അവൻ പപ്പാനെ കണ്ടാൽ പിന്നെ അവനക്ക് ഇപ്പം മതി, നമ്മളൊന്നും വേണ്ട. പിന്നെ ചായയൊക്കെ കുടിക്കാൻ കുറച്ച് റിലാക്സ് ആയിട്ടാണല്ലോ എണീച്ചത് അല്ലേ. രാവിലെ തന്നെ നീച്ചപാട് പണികളും അതൊന്നും ഇല്ലാത്തൊരു റിലാക്സ് ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു ഇന്ന്. കാരണം ഇന്ന് എല്ലാവരും വീട്ടിൽ ലീവുള്ള ദിവസമായതുകൊണ്ട് രാവിലെ തന്നെ അടുക്കളയിൽ കയറുക ആ പണികളൊന്നും ഉണ്ടായിരുന്നില്ല. അതാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഇതൊക്കെ വെറുതെ ഗോസിപ്പിനെടുക്കണതാണ്. വീട്ടിലിരിക്കുമ്പോൾ ഷാളും കൂടെ ഇടലില്ല തലയിൽ. എൻ്റെ അമ്മച്ചിനെ കണക്കൊന്നും എഴുതാൻ സമ്മതിക്കാതെ എൻ്റെ മോന് കുറേ തിരിപ്പെടുത്തി ഒരു 100 റുപ്യ കൊടുത്തപ്പോൾ മോൻ അടങ്ങിയിരുന്നു. അങ്ങനെ പിന്നെ നമ്മുടെ പ്രഭാത ഭക്ഷണത്തിലേക്ക് കിടക്കാം. ഞാനൊരു സ്മൂത്തിയിൽ ഒതുക്കി. എൻ്റെ അമ്മച്ചിക്കാണെങ്കിൽ നല്ല മൊരിഞ്ഞ പൊറോട്ട ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇന്നലെ രാത്രി കൊണ്ടുവന്ന് പൊറോട്ട ഉണ്ടായിരുന്നു ഇരിക്കുന്നത്. അപ്പോൾ അതൊന്ന് മൊരിച്ച് കൊടുത്ത്. അപ്പം ഞങ്ങൾ രണ്ടാളെ വയറും അൽഹംദുലില്ലാ റാഹത്തായി. പിന്നെ എല്ലാ പണികളൊക്കെ കഴിഞ്ഞ് മഴയാണെങ്കിലും പണികളൊക്കെ അവിടെ വെക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ പണികളൊക്കെ കഴിഞ്ഞ് മോനൊക്കെ കുളിപ്പിച്ച് കൊടുത്തിട്ടുള്ള ഇതാണ് കേട്ടോ കാണുന്നത്. ഇത് അവനക്ക് കളിക്കണ ഒരു മൊബൈലല്ല, ഒരു ഫോണാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു ഫോണാണ്. അതിൽ 3 ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഇങ്ങനെ നെക്കി കൊടുക്കുമ്പോൾ അതിൽ കാണിക്കുന്ന ആനിമൽസിൻ്റെ വോയിസ് കേൾക്കും. അതേപോലെ അതിൽ വേറൊരു ബട്ടൺ നെക്കിയിട്ട് പിന്നെ ഓരോന്ന് നെക്കുമ്പോൾ അതിൽ 1 2 3 എന്ന് പറയും. പിന്നെ അതൊന്നുകൂടി നെക്കിയിട്ട് പിന്നെ 1 2 3 അടിക്കുമ്പോൾ കീ 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 അത് മാത്രം കേൾക്കുള്ളൂ. എന്താല്ലേ ഇപ്പോഴത്തെ ഓരോരോ കണ്ടുപിടുത്തങ്ങൾ. നമ്മൾ കളിക്കുമ്പോൾ മറ്റേ ധൂമചാലേ എന്ന് പാടുന്നൊരു ഫോണേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പിന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. വെള്ളിയാഴ്ച ആയതുകൊണ്ട് നെയ്ച്ചോറായിരുന്നു സ്പെഷ്യൽ. നമ്മൾ കൂടുതലും നെയ്ച്ചോറാണ് വെള്ളിയാഴ്ച ഉണ്ടാക്കാറ്. ഇറച്ചിയൊന്നും കൊണ്ടുവരൊന്നുമില്ല കേട്ടോ. നമ്മൾ മീനും പച്ചക്കറിയൊക്കെ കൂട്ടലുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഉള്ളി അതായത് തൈര് ഇല്ലയെന്നുണ്ടെങ്കിൽ എന്തോ ഒരു മിസ്സിങ് ആണ്. അതുകൊണ്ട് ഞാനതൊക്കെ വെട്ടിമുറിച്ച് ഉണ്ടാക്കി. അപ്പോഴേക്കും നമ്മളെ ചോറൊക്കെ വെന്തിക്കണ്. ഉള്ളി പിന്നെ എനിക്ക് വെറുതെ തിന്നാനും ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ തിന്നത്. പിന്നെ നമ്മളെ നെയ്ച്ചോറിൽ കുറച്ച് നെയ്യിൻ്റെ ഒക്കെ കുറവുണ്ടായിരുന്നു. അതൊക്കെ ഇട്ട് സെറ്റാക്കി അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ ഞാൻ പോയി എൻ്റെ നിസ്കാരം പ്രയറൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ പള്ളിക്കൊക്കെ പോയവർ തിരിച്ചു വന്നിരുന്നു. അപ്പോൾ പിന്നെ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ചോറൊക്കെ വെച്ച്. ചോറ് കഴിക്കുമ്പോൾ കറണ്ടില്ലായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഫ്ലാഷൊക്കെ അടിച്ചിട്ടാണ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി ചോറും കറിയും പിന്നെ സൈഡിൽ തൈരും അച്ചാറും. ഉച്ചക്കത്തെ ഭക്ഷണം റാഹത്തായി. പിന്നെ നമ്മളെ മോനിട്ട് കുറേ നേരം കളിയും ചിരിയും. അവൻ്റെ ഒരു സമയം പോക്കിനും നമ്മൾ തന്നെയല്ലേ ഉള്ളൂ പെരയിൽ. അങ്ങനെ കുറേ നേരം വരെ അവനിട്ട് ഇങ്ങനെ കളിക്കും. കുറച്ച് നേരം അതിൻ്റെ ഇടയിൽ ഞാൻ ഫോണിൽ റീൽസൊക്കെ കണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, അവന് ഇരുന്ന് കളിക്കൽ പൊതുവേ കുറവാണ്. കാരണം അവൻ്റെ ഉപ്പ അവനെ എടുത്ത് കൊണ്ടുവന്നിട്ട് ശീലാക്കി. അത് കാരണം അവന് കുറച്ച് നേരം അവന് കളിക്കും, പിന്നെ നമ്മുടെ അടുത്തേക്ക് തന്നെ വരും. പിന്നെ നമ്മൾ വേണം ഇങ്ങനെ എടുത്ത് കൊണ്ടെടുക്കാൻ. അതുകൊണ്ടാണ് അവനക്ക് അവൻ്റെ പപ്പാനെ കാണുമ്പോൾ പപ്പാനെ ഭയങ്കര കാര്യമാണ്. പപ്പ എവിടെ കണ്ടാലും പപ്പാനെ വിടൂല. പപ്പാൻ്റെ മേത്ത് കയറി അങ്ങോട്ട് വീണോളും. അങ്ങനെ പിന്നെ ഞാൻ ആ ലോറി എടുക്കാൻ പറഞ്ഞപ്പോൾ ഓന് കയറി വന്ന് എൻ്റെ മടി കയറി. എന്തൊക്കെയാണ് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ലല്ലോ. പിന്നെ അടിക്കാനൊന്നും പറ്റില്ല, അവരുടെ പ്രായം അതാണ്. പിന്നെ ഞാൻ ചീത്ത പറഞ്ഞതിന് എന്നെ അടിക്കാൻ പഠിപ്പിക്കുകയായിരുന്നു എൻ്റെ മമ്മി. അപ്പം എങ്ങനെ ഇരിക്കണേ. അങ്ങനെ അവിടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പരിപാടി ഉണ്ട് എന്നുള്ള കാര്യം ഓർമ്മ വന്നത്. അവിടുന്ന് ഇങ്ങനെ വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു ഉമ്മച്ചിക്ക്. അപ്പോൾ ഉമ്മച്ചി മുന്നിൽ അവനിട്ട് ഓടി. ഞാൻ ബാക്കിൽ കൈ കിട്ടിയ സാധനവും എടുത്തുകൊണ്ട് ഓടി. കുട മസ്റ്റ്, കാരണം മഴ ഉണ്ടല്ലോ. അങ്ങനെ ചതച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളെയാണ് കാണുന്നത്. അവിടെ എത്തിയപ്പോഴോ മക്കളെ ആരും വന്നിട്ടുണ്ടായിരുന്നില്ല.
അതായത് ഓഡിയൻസ് ഉണ്ടായിരുന്നു, സ്റ്റേജിൽ ഇരിക്കാനുള്ള ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ പരിപാടിയൊക്കെ തുടങ്ങി. ഇത് എന്താ പറയുക, ഒരു ക്ലബ്ബ് നടത്തുന്ന പരിപാടിയായിരുന്നു ഞങ്ങളെ പരിപാടി അങ്ങാടിയിൽ തന്നെ. ഈ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ്സും പിന്നെ നമ്മുടെ SSLC കുട്ടികൾക്കും +2 കുട്ടികൾക്കൊക്കെ ഇപ്രാവശ്യം ഫുൾ A+ ഒക്കെ കിട്ടിയവർക്കുള്ള മൊമെൻറ്റോ നൽകലൊക്കെ ആയിരുന്നു. പിന്നെ എൻ്റെ മോൻക്ക് ഭ്രാന്തൊക്കെ പിടിക്കൽ തുടങ്ങി. അപ്പോഴാണ് അവർ പായസമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് വെച്ച് കുറച്ച് നേരമൊക്കെ അവനെ അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തി. പിന്നെ ആണ് ഫിലിപ്പ് മമ്പാടൊക്കെ വന്നത്, മുഖ്യ അതിഥി. ആളുടെ ഇത് കേൾക്കാൻ വേണ്ടിയിട്ടായിരുന്നു മെയിനായിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. കാരണം ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ എൻ്റെ മോൻക്ക് തീരെ ഇതുണ്ടായിരുന്നില്ല. പിന്നെ അവന് കരയാൻ തുടങ്ങിയപ്പോൾ ഞാൻ അവിടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് അവനക്ക് എന്തെങ്കിലും മേടിച്ചിട്ട് കൈ കൊടുക്കാൻ വിചാരിച്ചു. പിന്നെ അതുമ്പോൾ കുറച്ച് നേരമൊക്കെ കണ്ട് സമയം പോയിക്കോളും. അങ്ങനെ അവിടെ പോയി ഒരു ബിസ്ക്കറ്റും പാക്കറ്റും പിന്നെ ഒരു കിൻഡർ ക്രീമിയൊക്കെ കണ്ടപ്പോൾ അതൊക്കെ മേടിച്ച് കൊടുത്തു. അപ്പോഴാണ് എൻ്റെ മൊബൈലിൽ സ്ക്രീൻ കാർഡ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ അത് ഒട്ടിക്കാൻ വേണ്ടി അതിൻ്റെ അടുത്തുള്ള ഷോപ്പിൽ പോയിട്ട് അതും ഒട്ടിച്ച് പുറത്തിങ്ങനെ നിൽക്കും. നല്ല ഒരു ക്ലൗഡി മീൻസ് ആ ഒരു ടൈമായിരുന്നു കേട്ടോ. ഒരു 6-6:30 ഒക്കെ ആവുന്ന ആ സമയത്താണ് നമ്മളെ പരിപാടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പരിപാടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോയപ്പോൾ ഞാനും എൻ്റെ മോനും കിൻഡർ ക്രീമിക്ക് ഭയങ്കര തല്ല്. അപ്പോൾ ഇന്നത്തെ ദിവസം അത്രയേ ഉള്ളൂ ഗൈസ്.